തുണിയെല്ലാം ദേവു മടക്കിയൊതുക്കി കബോർഡിൽ വൃത്തിയായി വെച്ചു. പിന്നെ വാങ്ങിയ ഫാൻസി സാധനങ്ങളെല്ലാം അവിടെയുള്ള ഒരു ഷെൽഫിൽ ഒതുക്കി വെച്ചു. എല്ലാം കഴിഞ്ഞതിന് ശേഷം അവൾ പൊട്ടിച്ച കവറെല്ലാം എടുത്ത് വേസ്റ്റ് ബിന്നിലിട്ടു. അതിനുശേഷം ദേവു ഇടുപ്പിൽ കൈവച്ചുകൊണ്ട് ഒരു ദീർഘനിശ്വാസം എടുത്തു. എല്ലാം കഴിഞ്ഞില്ലേ? ധ്രുവ് ചോദിച്ചു. കഴിഞ്ഞു, ദേവു മറുപടി പറഞ്ഞു. എനിക്ക് ഈ റൂമൊക്കെ വൃത്തിയായി ഇരിക്കണം, അതാണിഷ്ടം, ധ്രുവ് പറഞ്ഞു. അത് ഞാൻ കണ്ടിട്ടുള്ളതാ തൻ്റെ റൂമിൻ്റെ കോലം. ഒന്നും എന്നെ പഠിപ്പിക്കല്ലേ, ദേവു പുച്ഛിച്ചു. താനോ? ധ്രുവ് ഫോൺ കട്ടിലിൽ വെച്ചുകൊണ്ട് ഒന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. സോറി ശിവേട്ടൻ, ദേവു പറഞ്ഞു. അങ്ങനെ വേണം എന്നെ ചീത്തയാക്കരുത്. പോയി കിടന്നു, ധ്രുവ് പറഞ്ഞു. ഇവിടെയോ? ദേവു ചോദിച്ചു. ഇവിടെയല്ലടി, കട്ടിലിൽ കിടന്നോളാൻ, ധ്രുവ് പറഞ്ഞു. ഞാൻ കട്ടിലിൽ കിടന്നാൽ ഇയാൾ എവിടെ കിടക്കും? അതുകൂടെ പറയും, ദേവു ചോദിച്ചു. അതിലെന്താ ഇപ്പോൾ ഇത്ര പറയാനുള്ളേ? ഞാൻ ആ കട്ടിലിൽ തന്നെ കിടക്കും, ധ്രുവ് പറഞ്ഞു. അത് വേണ്ട, ദേവു പറഞ്ഞു. അതെന്താ വേണ്ടാത്തേ? ധ്രുവ് ചോദിച്ചു. എനിക്ക് ഇയാളുടെ കൂടെ കിടക്കാൻ താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ, ദേവു പറഞ്ഞു. എന്നാ നീ എവിടെയെങ്കിലും പോയി കിടക്ക്, എനിക്ക് ഇനി ഒന്ന് ഉറങ്ങണം. വേണേൽ ഇവിടെ വന്ന് കിടന്നു എന്ന് പറഞ്ഞ് ധ്രുവ് കട്ടിൽ കയറി കിടന്നു. ദേവു ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിന്നു. അവസാനം ഗതികെട്ട് ദേവു കട്ടിലിൻ്റെ ഒരു സൈഡിൽ കയറി കിടന്നു. ധ്രുവിൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. ദേവു തിരിഞ്ഞു നോക്കിയതും അവൻ ഉറങ്ങിയ പോലെ കിടന്നു. ദേവു ഒരു ചമ്മലോടെ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു കിടന്നു. മുന്നിൽ കാണുന്ന എല്ലാ സാധനങ്ങളും അവൻ തകർത്തുകൊണ്ടിരുന്നു. ആ ആഡംബര റൂമിലെ വിലപിടിപ്പുള്ള സാധനങ്ങളിൽ ഒരു 1/4 ഭാഗവും പൊട്ടി തകർന്നിരുന്നു. അവൻ അവിടെയുള്ള ഒരു സോഫയിലേക്ക് ദേഷ്യത്തിലിരുന്നു. അടുത്തിരുന്ന ടേബിളിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് പുകച്ചു വലിച്ചു. അപ്പോഴാണ് അവിടേക്ക് ഒരു പെൺകുട്ടി വന്നത്. അവൾ ആ റൂമിൻ്റെ കോലം കണ്ട് ആകെ ഞെട്ടിപ്പോയി. വെള്ളയിൽ ചുവപ്പ് കര വരുന്ന സെറ്റ് സാരിയും അതിൽ മാച്ചായ ചുവപ്പ് ബ്ലൗസുമാണ് അവളുടെ വേഷം. അരയോളം നീണ്ടുകിടക്കുന്ന തലമുടിയും കഴുത്തിലുള്ള താലിയും സീമന്തരേഖയിൽ സിന്ദൂരവും നെറ്റിയിലൊരു കുഞ്ഞു ചന്ദനപ്പൊട്ടും ഇട്ടിട്ടുണ്ട്. എന്തു പറ്റി? അവൾ മെല്ലെ ചോദിച്ചു. അവൻ മുഖമുയർത്തി നോക്കി. മുന്നിൽ നിൽക്കുന്നവളെ കണ്ടതും അവൻ്റെ ദേഷ്യം കൂടിപ്പോയി. നീ ആരാടി എന്നോട് ഇതൊക്കെ വന്ന് പറയാൻ? എനിക്ക് എന്ത് പറ്റിയാലും നിനക്കെന്താ? അവൻ ചോദിച്ചു. അവൾ പേടിയോടെ പിന്നിലേക്ക് ഒരടി നീങ്ങി നിന്നിരുന്നു. അവൻ അവളുടെ മുന്നിലേക്ക് വന്നു. അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവനോട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. കഴുത്തിൽ ഞാൻ കെട്ടിയ താലിയുണ്ടെന്ന് കരുതി എൻ്റെ ഭാര്യയാവാൻ നോക്കരുത്. അങ്ങനെയാണെങ്കിൽ ഈ ആകാശിൻ്റെ സ്വഭാവം നല്ലതുപോലെ നീ അറിയും, ആകാശ് പറഞ്ഞു. ആകാശിൻ്റെ മുടിയിലുള്ള പിടുത്തത്തിൻ്റെ ആ വേദന കാരണം അവൾ വേദനയോടെ മൂളി. അതോടെ അവളെ അവൻ കട്ടിലിലേക്ക് തള്ളിയിട്ട് ആ കട്ടിലിൽ ചെന്ന് അവൾ വീണു. ഐ വിൽ ഗിവ് യു 10 minutes. യു മസ്റ്റ് ക്ലീൻ യുവർ റൂം വിത്തിൻ ദാറ്റ് ടൈം. അതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. അവൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞുപോയി. തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്ക് അവൾ നോക്കി. ഇതാണ് ആകാശ് ആനന്ദൻ. വല്ലാശ്ശേരി തറവാട്ടിൽ ആനന്ദൻ്റെയും അനിതയുടെയും ഒരേ ഒരു മകനാണ് ആകാശ്. ചെറുപ്പം മുതലേ ആകാശിന് എല്ലാത്തിനോടും വാശിയായിരുന്നു. അതിനെ വളം വെച്ച് എന്നോണം അച്ഛനായ ആനന്ദും. അവനു മുന്നിൽ ഒരാളും ജയിക്കുന്നത് ആകാശിന് ഒരു കാലത്തും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. പഠിച്ചു വളർന്ന വലിയ ബിസിനസ് ലോകം അവൻ ഒറ്റയ്ക്ക് കെട്ടിപ്പടുത്തെടുത്തു. അതിൽ അവൻ്റെ മെയിൻ ശത്രുവായിരുന്നു സ്റ്റാലിൻ. അതുപോലെ തന്നെ ധ്രുവനോടും ആദിയോടും ശത്രുത തോന്നാനുള്ള കാരണങ്ങൾ വേറെയുമുണ്ട്. പെണ്ണിനെ ഒരു ഉപഭോഗ വസ്തുവായിട്ടാണ് ആകാശ് കാണുന്നത്. അച്ഛൻ്റെ മരണശേഷം അമ്മയുടെ ആത്മഹത്യാ ഭീഷണി കാരണം അവനൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടി. എന്നാൽ ഒരിക്കലും അവളെ ഭാര്യയായി അംഗീകരിക്കാനുള്ള മനോഭാവം അല്ലായിരുന്നു ആകാശിന്. അവൻ്റെ അരികിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് ആ പാവം പെൺകുട്ടിയാണ്. ഒത്തിരി പെൺപിള്ളേരുടെ പട അവന് പിന്നാലെയുണ്ട്. എല്ലാത്തിനെയും ആവശ്യം പോലെ അവൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വിടും. ഇതാണ് വേദലക്ഷ്മി മുരളി. പുതുശ്ശേരി തറവാട്ടിൽ മുരളിയുടെയും ലീലയുടെയും ഒരേ ഒരു മകളാണ് വേദലക്ഷ്മി എന്ന ലച്ചു. ഒരു സാധാരണ ആശാരിപ്പണിക്കാരനായ മുരളിയുടെ മകളായ വേദയ്ക്ക് ആകാശിൻ്റെ അമ്മ വഴിയാണ് ആ വിവാഹാലോചന വന്നത്. ഡിഗ്രി ആദ്യവർഷ വിദ്യാർത്ഥിനിയായ വേദയ്ക്ക് ആകാശ് എന്ന ചെക്കനോട് ഒരു താല്പര്യവുമില്ലായിരുന്നു. എന്നാൽ അച്ഛൻ്റെയും അമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങി അവൾ ആ കല്യാണത്തിന് തയ്യാറായി. എന്നാൽ ആകാശിൻ്റെ ഭാര്യയായി കഴിഞ്ഞ് ഒരാഴ്ച ആയിട്ടും അവൾക്ക് എന്നും കണ്ണീരാണ്. വേദ ഒരു പാവം കുട്ടിയാണ്. ഉപദ്രവിക്കുന്നവരെയും ആ പാവം സ്നേഹിക്കും. അതാണ് സ്വഭാവം. ആകാശിനെ പോലെ ഒരുത്തനെ, വേദയെപ്പോലെ ഒരു പാവം പെൺകുട്ടിയെ കിട്ടിയത് ഭാഗ്യമാണ്. പക്ഷേ തൻ്റെ ജീവിതത്തിലേക്ക് വേദ വന്നതോടെ എല്ലാം നശിക്കുമെന്നാണ് ആകാശ് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളെ അംഗീകരിക്കാൻ ആകാശ് ഒരിക്കലും തയ്യാറല്ലായിരുന്നു. മീനു മെല്ലെ കണ്ണുകൾ ചിമ്മി ചിമ്മി തുറന്നു. മീനുവിൻ്റെ ആ ദേഹം മുഴുവൻ വേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അവൾ തൻ്റെ ശരീരത്തോട് പുതപ്പ് ഒന്നുകൂടെ ചേർത്ത് പുതച്ചുകൊണ്ട് തനിക്കരികിൽ കിടക്കുന്ന സ്റ്റാലിനെ ഒന്ന് നോക്കി. തലയിണയിൽ മുഖമമർത്തി കമിഴ്ന്നാണ് സ്റ്റാലിൻ്റെ കിടപ്പ്. ഫാനിൻ്റെ കാറ്റിൽ അവൻ്റെ മുടി പാറുന്നുണ്ട്. മീനു ഒന്ന് എഴുന്നേറ്റുകൊണ്ട് അവൻ്റെ കവിളിൽ ചുണ്ട് ചേർത്ത് അമർത്തി ചുംബിച്ചു. എന്നാൽ അടുത്ത നിമിഷം സ്റ്റാലിൻ അവളെ അവനോട് ചേർത്ത് പിടിച്ചിരുന്നു. മീനു അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നു. മീനു, സ്റ്റാലിൻ മെല്ലെ വിളിച്ചു. മീനു
വിളി കേട്ടു. വേദനിക്കുന്നുണ്ടോ? സ്റ്റാലിൻ ചോദിച്ചു. ഇല്ല ഇച്ചേ, മീനു പറഞ്ഞു. അതിന് സ്റ്റാലിൻ ഒന്ന് ചിരിച്ചുകൊണ്ട് അവളെ ഒന്ന് ആ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കിയാലോ? സ്റ്റാലിൻ ഒരു ചിരിയോടെ പറഞ്ഞു. അയ്യോടാ, വേഗം എഴുന്നേൽക്ക്, എനിക്ക് വിശക്കുന്നുണ്ട് ഇച്ചായ, മീനു പറഞ്ഞു. എനിക്കും വിശക്കുന്നുണ്ട്, സ്റ്റാലിൻ ചിരിയോടെ പറഞ്ഞു. വാ നമുക്ക് പോയി കഴിക്കാം, മീനു പറഞ്ഞു. ഞാൻ നിന്നെ കഴിച്ചോളാം മീനു, സ്റ്റാലിൻ പറഞ്ഞു. അയ്യേ, വൃത്തികേട് പറയല്ലേ ഇച്ചേ, മീനു പറഞ്ഞു. പറയുകയല്ല, കാണിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാലിൻ മീനുവിന് മുകളിലായി കിടന്നു. ഏയ് ഇച്ചേ, മീനു കുറുകി. സ്റ്റാലിൻ മീനുവിൻ്റെ കഴുത്തിലേക്ക് മുഖം അമർത്തിയിട്ട് അവിടെയാകെ കടിച്ചുകൊണ്ട് നുണഞ്ഞു. മീനു സ്റ്റാലിൻ്റെ മുഖത്തോട് വിരലോടിച്ച് അവൻ്റെ കവിളിൽ കടിച്ചുകൊണ്ട് ചുംബിച്ചു. സ്റ്റാലിൻ മീനുവിലേക്ക് പടർന്നു കയറാൻ തുടങ്ങി. ഒരു കുഞ്ഞു നോവ് അവൾക്ക് അനുഭവപ്പെട്ടു. അവൾ സ്റ്റാലിൻ്റെ തോളിൽ മുറുകെ പിടിച്ചു. മീനുവിൻ്റെ ചുണ്ടിനെ കടിച്ചുകൊണ്ട് അവളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങാൻ തുടങ്ങി. ആദ്യ എഴുന്നേറ്റ് താഴേക്ക് വരുമ്പോൾ വിന്ദ അവിടെ ഒരു ചെയറിൽ ഇരിപ്പുണ്ടായിരുന്നു. ആദ്യ അവളുടെ പിന്നിലൂടെ ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. വിന്ദ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ മനസ്സിലായി ആദിയാണെന്ന്. ദേവേട്ടാ, വിന്ദ ചിരിയോടെ വിളിച്ചു. അവരൊന്നും വന്നില്ലേ മിത്രേ? ആദി ചോദിച്ചു. ഏയ്, കല്യാണം കഴിഞ്ഞ് പുതുമോടികളല്ലേ, അപ്പോൾ ഇപ്പോഴൊന്നും എഴുന്നേക്കില്ല എന്ന് തോന്നുന്നു, വിന്ദ പറഞ്ഞു. മീനുവിൻ്റെയും സ്റ്റാലിൻ്റെയും കാര്യം ഓക്കെ, പക്ഷേ ധ്രുവൻ്റെയും ദേവുവിൻ്റെയും കാര്യം ഓക്കെ അല്ല, ആദി പറഞ്ഞു. രണ്ടും കൂടെ വഴക്കുണ്ടാക്കി എപ്പോൾ കിടന്നു എന്ന് ആ ദൈവത്തിനറിയാം, വിന്ദ പറഞ്ഞു. നീ ഇന്നലെ ഉറങ്ങിയോ മിത്രേ? ആദി വിന്ദയുടെ കവിളിൽ ചുംബിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല, വിന്ദ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് നീ എന്താ എന്നെ ഇന്നലെ വിളിക്കാഞ്ഞേ? ഞാൻ നീ ഉറങ്ങിയെന്ന് കരുതി, ആദി പറഞ്ഞു. ഞാനും അങ്ങനെ വിചാരിച്ചു ദേവേട്ടാ, വിന്ദ പറഞ്ഞു. ഇനി വിളിക്കൂ, ആദി ചോദിച്ചു. അവർ അറിഞ്ഞാലോ? വിന്ദ പറഞ്ഞു. എടി മണ്ടി, അതിന് നീ എന്നെ വിളിച്ച് റൂമിൽ കയറ്റുകയൊന്നും വേണ്ട, നമുക്ക് ഫോൺ ചെയ്യാം, ആദി പറഞ്ഞു. അതാണോ? ഞാൻ വിചാരിച്ചു ദേവേട്ടൻ റൂമിലേക്ക് വന്ന കാര്യമാണെന്ന്, വിന്ദ പറഞ്ഞു. വേണേൽ വരാം, ആദി പറഞ്ഞു. വേണ്ട, വിന്ദ പറഞ്ഞു. ആദി വിന്ദയുടെ മുഖം അവൻ്റെ നേരെയാക്കി ആ കുഞ്ഞു ചുണ്ടിലൊന്ന് അമർത്തി മുത്തി. ശേഷം വിന്ദയുടെ നെറ്റിയിലും കണ്ണിലും മൂക്കിലും അവൻ ചുണ്ടുകൾ പതിപ്പിച്ചു. വിന്ദ ആദിയുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് അവൻ്റെ കവിളിലും നെറ്റിയിലും കണ്ണിലും മൂക്കിലും ചുംബിച്ചു. ആദി വിന്ദയുടെ കീഴ്ചുണ്ടിലൊന്ന് കടിച്ചു നുണഞ്ഞു. വിന്ദ ഒന്ന് പിടഞ്ഞുകൊണ്ട് ആദിയുടെ ഷർട്ട് കോളറിൽ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. അമ്മയ്ക്കെന്താ എന്നോട് പറയാനുള്ളത്? ഒന്ന് പെട്ടെന്ന് പറയോ, എനിക്ക് തിരക്കുണ്ട്, ആകാശ് പറഞ്ഞു. ആകാശ്, നീ ഇവിടെ വന്നിരിക്കെ, എനിക്ക് പറയാനുള്ള കാര്യം പതുക്കെ നീ കേൾക്കണം, അനിത പറഞ്ഞു. അതോടെ ആകാശ് ചെന്ന് അമ്മയുടെ അടുത്തിരുന്നു. അമ്മ എന്താണ് പറയാൻ പോകുന്നത് എന്ന് അവന് നല്ല പോലെ അറിയാമായിരുന്നു. വേദയെ സ്നേഹിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ലമ്മേ, എൻ്റെ മനസ്സിൽ നിന്ന് നന്ദിനി പോവില്ല, അവൻ പറഞ്ഞു. അത് അമ്മയ്ക്ക് മനസ്സിലായി. അതിനെക്കുറിച്ച് ഒരു ലാസ്റ്റ് തീരുമാനമെടുക്കണം, അനിത പറഞ്ഞു. വേദയെ ഞാൻ ഡിവോഴ്സ് ചെയ്യാം, എനിക്ക് കഴിയില്ല അവളുടെ കൂടെ ജീവിക്കാൻ, ആകാശ് പറഞ്ഞു. അവൾക്ക് നല്ലൊരു വിവാഹാലോചന വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല, മോൻ പറയൂ, അനിത പറഞ്ഞു. ഞാൻ പറയാം, ആകാശ് പറഞ്ഞു. അനിത അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ആകാശ് ഒരു നിമിഷം അവിടെ ഇരുന്ന് ചിന്തിച്ചു. അമ്മ പറഞ്ഞതിൽ ന്യായമുണ്ടെന്ന് അവന് തോന്നി. അതുകൊണ്ട് വേദയോട് സംസാരിക്കാമെന്ന് അവന് തോന്നി. അവൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് റൂമിലേക്ക് ചെന്ന് അവിടെ അവൻ്റെ ഡ്രസ്സ് അയൺ ചെയ്യുകയാണ് വേദ. അവൻ ചെന്ന് കട്ടിലിരുന്നു. അവൻ വന്നത് ശ്രദ്ധിക്കാതെ അയൺ ചെയ്തുകൊണ്ടിരുന്നു. വേദ, അവൻ വിളിച്ചു. വേദ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അവൻ്റെ വായിൽ നിന്നും ആ പേര് കേട്ടതുകൊണ്ട്. നിന്നെ തന്നെയാ വിളിച്ചത്. വേദ, വാ, ഇവിടെ ഇരിക്ക്, എനിക്ക് നിന്നോട് സംസാരിക്കണം, ആകാശ് പറഞ്ഞു. ഏട്ടൻ പറഞ്ഞോളൂ, വേദ പറഞ്ഞു. വേദ, ഇവിടെ വന്നിരിക്കെ, എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ, വാ വന്നിരിക്കെ, ആകാശ് പറഞ്ഞു. അതോടെ വേദ പേടിച്ച് അവിടെ അവൻ്റെ അടുത്തു പോയിരുന്നു. അവൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യം പോലും അവൾക്കില്ലായിരുന്നു. വേദ, ആകാശ് വിളിച്ചു. അവൾ മുഖമുയർത്തി അവനെ നോക്കി. ആ കണ്ണുകൾ അവൻ്റെ നെഞ്ചിലേക്ക് തറച്ചു. ഒരു നിമിഷം അവൻ സ്റ്റെക്കായി പോയി. പറയാൻ വന്ന കാര്യം എന്താണ് എന്ന് മറന്നുപോയി. എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഒരു ഉപകാരമുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞത് കേട്ട് എന്ത് വേണേലും നിനക്ക് നല്ല പോലെ തീരുമാനിക്കാം, ആകാശ് പറഞ്ഞു. ഡിവോഴ്സാണോ? വേദ മെല്ലെ ചോദിച്ചു. അതെ, നിനക്ക് നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അമ്മ അത് ഉറപ്പിക്കാൻ പോവാണ്. നമ്മുടെ ഡിവോഴ്സ് കഴിഞ്ഞാൽ തീരുമാനിക്കും, ആകാശ് പറഞ്ഞു. അപ്പോൾ അതാണ് കാര്യം. ഡിവോഴ്സ് ആവാൻ 6 മാസം വേണമല്ലേ? വേദ പറഞ്ഞു. വേണം, ആകാശ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓക്കെയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, വേദ പറഞ്ഞു. എന്താ? ആകാശ് ചോദിച്ചു. 6 മാസം ഞാൻ ഏട്ടൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി ഒരു ഭാര്യയെപ്പോലെ നിന്നോട്ടെ? വേദ ചോദിച്ചു. എന്തിന്? ആകാശ് ചോദിച്ചു. എൻ്റെ ആഗ്രഹം. അതിനുശേഷം ഡിവോഴ്സ് ഞാൻ തരാം, വേദ പറഞ്ഞു. ശരി, ആകാശ് സമ്മതിച്ചു. വേദ ആകാശിനെ കെട്ടിപ്പിടിച്ചു. ആകാശ് ഞെട്ടിപ്പോയി.
എന്തേലും പറയുന്നതിന് മുന്നേ അവൾ രണ്ടുപേരും ആ കട്ടിലേക്ക് വീണിരുന്നു. വേദയുടെ മുകളിലായി ആകാശ് വന്ന് കിടന്നു. ആ മുഖത്തേക്ക് നോക്കി അവൻ അങ്ങനെ കിടന്നു. വേദ കണ്ണുകൾ വലിച്ചു തുറന്നു ആകാശിനെ നോക്കി. അവൻ്റെ കണ്ണുകളുമായി വേദയുടെ കണ്ണുകൾ ഉടക്കി. ആകാശിൻ്റെ കണ്ണുകൾ വേദയുടെ മുഖമാകെ ഒഴുകി നടന്നു. അവളുടെ കണ്ണും മൂക്കും ചുണ്ടും കവിളുമെല്ലാം. പതിയെ അവൻ്റെ ചുണ്ടുകൾ വേദയുടെ നെറ്റിയിൽ അമർന്ന് അവിടെ നിന്നും പുരികത്തിലും കണ്ണിലും മൂക്കിലും ആ കവിളിലും അവൻ ചുംബിച്ചു. വേദ കണ്ണുകൾ ഇറുക്കെ അടച്ചു. അങ്ങനെ അങ്ങ് കിടന്നു. ആകാശിൻ്റെ ചുണ്ടുകൾ വേദയുടെ ചുണ്ടിനെ നുണഞ്ഞ് കടിച്ച് വലിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് അമർന്നു. ആ കഴുത്തിൽ അവൻ്റെ പല്ലുകൾ അഴുത്തി കടിച്ചു. വേദ ഒന്ന് പിടഞ്ഞുപോയി. അവിടെ നാവുകൊണ്ട് ഒന്ന് തഴുകിക്കൊണ്ടിരുന്നു ആകാശ്. വേദയുടെ ദേഹത്തു നിന്നും വസ്ത്രങ്ങൾ മാറി. ഇരുവരും ഒരുപോലെ നഗ്നരായിരുന്നു. ആകാശിൻ്റെ മുഖം വേദയുടെ കഴുത്തിലൂടെ കടിച്ചും ആ മാറിനെ നുണഞ്ഞും അവളുടെ നാഭിച്ചുഴിയിൽ നാവിട്ട് ചിത്രം വരച്ചും അവളിലെ സ്ത്രീയിൽ നാവുകൊണ്ട് തലോടിയും കടന്നുപോയി. വേദ പിടഞ്ഞുകൊണ്ട് ആകാശിനെ മുറുകെ പിടിക്കുമ്പോൾ അവളുടെ മനസ്സ് നിറയുകയായിരുന്നു. വേദയിലേക്ക് ആകാശ് ഒരു നോവോടെ ആഴ്ന്നിറങ്ങി. അവൻ്റെ പുറത്ത് അള്ളിപ്പിടിച്ചുകൊണ്ടവൾ കിടന്നു. വേഗത്തോടെയും ആവേശത്തോടെയുമുള്ള അവൻ്റെ ഉയർച്ച താഴ്ച മണിക്കൂറുകൾ നീണ്ടുനിന്നു. വേദയുടെ കിടപ്പിൻ്റെ സ്ഥാനവും മാറിക്കൊണ്ടിരുന്നു. അവസാനം ഒരു നിശ്വാസത്തോടെ അവളിലേക്ക് ഒരു തളർച്ചയോടെ ആകാശ് വീണിരുന്നു. വേദ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ അങ്ങ് കിടന്നു.